കത്തോലിക്ക സഭയെ പിടിച്ചുലച്ച ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ കേസിൽ പരാതിക്കാരിയെ പിന്തുണച്ച് സമരം നയിച്ചിരുന്ന 3 കന്യാസ്ത്രീകൾ സഭാവസ്ത്രം ഉപേക്ഷിച്ച് പുറത്തേക്ക്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗങ്ങളും കുറവിലങ്ങാടിന് സമീപം നാടുകുന്നിൽ പ്രവർത്തിക്കുന്ന സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ അനുപമ, സിസ്റ്റർ നീന റോസ്, സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച കോൺവെന്റിന്റെ പടിയിറങ്ങിയത്. പരാതിക്കാരിയടക്കം 6 കന്യാസ്ത്രീകളാണ് മഠത്തിലുണ്ടായിരുന്നത്. അതിൽ 3 പേർ ഇപ്പോഴും മഠത്തിൽ തന്നെ തുടരുന്നുണ്ട്. പലപ്പോഴായി കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച ഇവർ 3 പേരും ഇപ്പോൾ അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. കോൺവെന്റിൽ തുടരുന്നതിന്റെ മാനസിക സമ്മർദ്ദമാണ് മഠം വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇവരോട് അടുപ്പമുള്ളവർ പറയുന്നത്. വർഷങ്ങളായി പോലീസ് കാവലിലാണ് മഠം. പോലീസിന്റെ പെർമിഷനോടെ അല്ലാതെ സന്ദർശകർക്ക് ഇപ്പോഴും അവിടേക്ക് പ്രവേശനം സാധ്യമല്ല. ആർക്കെങ്കിലും മഠത്തിന് പുറത്തേക്ക് പോകണമെങ്കിലും പോലീസ് പെർമിഷനോടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസ് ബന്ധനത്തിൽ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ജീവിതം കന്യാസ്ത്രീമാരെ വീർപ്പുമുട്ടിച്ചിരുന്നു. ജലന്ധർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഠത്തിൽ നിന്നും 1.5 മാസം മുൻപാണ് സിസ്റ്റർ അനുപമ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. MSW ബിരുദധാരിയായ അവരിപ്പോൾ സ്വന്തം വീടിന് സമീപത്തുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ IT സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ പീഡന കേസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെയാണ് അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ സമരം ആരംഭിച്ചത്. എന്നാൽ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷയും മറ്റു പല മുസ്ലിം സംഘടനകളും സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെ സഭയിൽ നിന്നും സഭാവിശ്വാസികളിൽ നിന്നും വേണ്ടത്ര പിന്തുണ സമരം ചെയ്ത കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതും സഭാവസ്ത്രം ഉപേക്ഷിക്കുന്നതിന് കാരണമായി എന്നാണ് അറിയുന്നത്. കൂട്ടത്തിലുള്ള സിസ്റ്റർ നീനയ്ക്ക് ഇടയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു. ഏറെ നാൾ ചികിത്സയിലായിരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. മഠം വിടുന്ന കാര്യം ജലന്ധർ രൂപതയെയും കോൺവെന്റ് അധികൃതരെയും അറിയിച്ചിരുന്നു. ജലന്ധർ രൂപത ബിഷപ്പ് മഠത്തിലെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തതായി സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മയുടെ പ്രതിനിധി പറഞ്ഞു. 3 പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മഠത്തിൽ നിലവിലുള്ള പരാതിക്കാരിയും 2 സിസ്റ്റർമാരും തയ്യൽ ജോലി ചെയ്താണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. കത്തോലിക്ക സഭയെ പിടിച്ചുകുലുക്കിയ കേസായിരുന്നു ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ ആരോപണം. 2014 മുതൽ 16 വരെയുള്ള കാലയളവിൽ 13 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ പരാതി. കുറവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ 105 ദിവസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം 2022 ജനുവരി 14 ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളക്കൽ.